ഡിയർ കുഞ്ഞാപ്പൂസ്, നമ്മൾ ഫസ്റ്റ് സെമ്മിൽ പഠിക്കാനുള്ളത് നമ്മൾ ഡിസ്ക്രീറ്റ് ആണ്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഞാൻ ബാക്കി കുറഞ്ഞ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിരുന്നു അല്ലേ, സിലബസും കാര്യവും. അതുപോലെ തന്നെ നമ്മൾ തുടങ്ങിയിരുന്നു ഓർഡർ റിലേഷൻ എന്താണെന്നും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ കുറേ കുട്ടികൾ വരാത്തത് കൊണ്ട് ആദ്യം മുതൽ തന്നെ റെഡിയാക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, പാർഷ്യൽ ഓർഡർ എന്താണെന്നുള്ളതാണ്. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ 3 മൊഡ്യൂളുകൾ 3 ബുക്കിൽ നിന്നാണ്. ഒന്നാമത്തത് നമ്മളുടെ അല്ലേ ഡിസ്ക്രീറ്റ്, എ ഫൗണ്ടേഷൻ ഓഫ് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് റിട്ടൺ ബൈ KD ജോഷി. സെക്കൻഡ് വണ് എ ടെക്സ്റ്റ് ബുക്ക് ഓഫ് ഗ്രാഫ് തിയറി ബൈ KR ബാലകൃഷ്ണൻ. മൂന്നാമത്തത് പീറ്റർ ലിൻസിൻ്റെ ഓട്ടോമാറ്റ ആൻഡ് ഫൈനൈറ്റ് ലാംഗ്വേജ് എന്ന് പറയുന്ന 3 ബുക്കുകളിലെ 3 ഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തെ മൊഡ്യൂളാണ് ഞാൻ എടുക്കുന്നത് ഇപ്പം. അതായത് പാർഷ്യൽ ഓർഡർ സെറ്റും ബൂളിയൻ ആൾജിബ്രയും കൂടി ചേർന്ന 2 ഭാഗങ്ങൾ, 2 സെക്ഷൻസാണ് ഇതിലുള്ളത്. അപ്പോൾ ആദ്യത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാർഷ്യൽ ഓർഡർ. എന്താണ് ഒരു പാർഷ്യൽ ഓർഡർ, അതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക, അതിന് എക്സാമ്പിളുകൾ എന്തെല്ലാം, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കി ഭാഗങ്ങളുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഒരു സെറ്റിനെ നമ്മൾ ഒരു നോൺ എംപ്റ്റി സെറ്റിനെ അതിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നത് അല്ലേ. R ഈസ് എ റിലേഷൻ ദാറ്റ് ഈസ് X ക്രോസ് X2 അല്ലേ നമ്മൾ ചെയ്യാറുള്ളത്. X ക്രോസ് Xൻ്റെ സബ്സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിലേഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാർഷ്യൽ ഓർഡർ എങ്ങനെയാണ് ഒരു റിലേഷനിൽ പാർഷ്യൽ ഓർഡർ, അല്ലെങ്കിൽ ആ റിലേഷനെ പാർഷ്യൽ ഓർഡർ റിലേഷൻ എന്ന് പറയുക, അല്ലെങ്കിൽ പാർഷ്യൽ ഓർഡറിങ് എന്ന് പറയുക എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിന് സാറ്റിസ്ഫൈങ് 3 കണ്ടീഷൻസ്. ഫസ്റ്റ് വൺ ഈസ് R ഈസ് റിഫ്ലെക്സീവ്. ദാറ്റ് മീൻസ് ഏതൊരു X എടുത്തിട്ടുണ്ടെങ്കിലും അത് ഏതിനോട് റിലേറ്റ് തന്നെ, Xനോട് തന്നെ റിലേറ്റ് ആവുക. X റിലേറ്റഡ് ടു X, ഒന്നെങ്കിൽ X റിലേറ്റഡ് ടു X എന്നുള്ള RX എന്ന് എഴുതാറുണ്ട്, അല്ലെങ്കിൽ X, X എന്ന് എഴുതാറുണ്ട്. ഓക്കെ, X റിലേറ്റഡ് ടു X ഫോർ ഓൾ X ബിലോങ്സ് ടു ക്യാപിറ്റൽ X. ഇതിനെയാണ് റിഫ്ലെക്സീവ് എന്ന് പറയുന്നത്. ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ X, Y, Z എന്ന് 3 എലമെൻ്റ് ഉണ്ടായിരിക്കും. X റിലേറ്റഡ് ടു എന്തായിരിക്കും, X റിലേറ്റഡ് ടു Y ആയിരിക്കും. അതുപോലെ തന്നെ Y റിലേറ്റഡ് ടു Z ആണ് എങ്കിൽ നിർബന്ധമായിട്ടും വിച്ച് ഇംപ്ലൈസ് എന്തുകൂടിയും X റിലേറ്റഡ് ടു Z എന്ന് പറയുകയാണ് എങ്കിൽ നമ്മൾ അതിനെയാണ് ട്രാൻസിറ്റീവ് എന്ന് പറയാം. അതിനെ X വേറൊരു രീതിയിൽ എഴുതിയ X, Y ബിലോങ്സ് ടു R, അതുപോലെ തന്നെ Y, Z ബിലോങ്സ് ടു R. അങ്ങനെയാണ് എങ്കിൽ നിർബന്ധമായിട്ടും ആരൂടി ഉണ്ടാവണം, X, Z കൂടിയും എവിടെ ഉണ്ടാവണം, ആറിലുണ്ട് എങ്കിൽ അതിനെയാണ് നമ്മൾ ട്രാൻസിറ്റീവ് എന്ന് പറയുന്നത്. പിന്നെ ആൻറ്റി സിമെട്രിയാണ്. ഫോർ ഓൾ X, Y, Z ബിലോങ്സ് ടു X. ഫോർ ഓൾ X, Y, Z ബിലോങ്സ് ടു X. ഇനി നമുക്കുള്ളത് ആൻറ്റി സിമെട്രിക്. എന്താണ് ആൻറ്റി സിമെട്രിക് എന്ന് പറയുന്നത്? അതായത് Xലുള്ള 2 എലമെൻറ്റുകൾ എടുത്തു, X, Y. അങ്ങനെയാണെങ്കിൽ X റിലേറ്റഡ് ടു Y ആൻഡ് Y റിലേറ്റഡ് ടു X ആണ് എങ്കിൽ X ഈക്വൽ ടു Y എന്ന് പറയുമെങ്കിൽ അതിനെയാണ് ആൻറ്റി സിമെട്രിക്. ഈ 3 കണ്ടീഷനുകളും കൂടി ചേർന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ദാറ്റ് റിലേഷൻ ഈസ് പാർഷ്യൽ ഓർഡർ റിലേഷൻ, അല്ലെങ്കിൽ പാർഷ്യൽ ഓർഡറിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഇതിനൊക്കെ ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മളോട് ഇപ്പോൾ പറഞ്ഞു, ചെക്ക് ദാറ്റ് ദി സെറ്റ് ഗിവൺ സെറ്റ് ഈസ് പാർഷ്യൽ ഓർഡർ എന്ന് ചോദിച്ചിട്ടുണ്ട് എങ്കിൽ, പാർഷ്യൽ ഓർഡർ സെറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വിത്ത് ദി ഓർഡറിങ്ങും തന്നിട്ടുണ്ട് എങ്കിൽ നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഓർഡറിന് ഈ 3 കണ്ടീഷനുകൾ ഏതൊക്കെ, ഒന്ന് R ഈസ് റിഫ്ലെക്സീവ്, R ഈസ് ട്രാൻസിറ്റീവ് ആൻഡ് R ഈസ് ആൻറ്റി സിമെട്രിക്. ഈ 3 കണ്ടീഷനുകളും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാമെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ദാറ്റ് ഈസ് എ പാർഷ്യൽ ഓർഡർ റിലേഷൻ എന്ന് പറയാം. പാർഷ്യൽ ഓർഡർ റിലേഷൻ എന്ന് പറയാം. പക്ഷേ എപ്പോഴും അത് പോസിബിളാണ്, ആയിക്കൊള്ളണമെന്നില്ല ഇല്ലേ. കാരണം സിമെട്രിക്
ആയി എന്ന് വിചാരിച്ച് ആൻറ്റി സിമെട്രി ആവൽ നിർബന്ധമാണ്, അല്ലെങ്കിൽ ട്രാൻസിറ്റീവ് അല്ല എങ്കിൽ എന്തല്ല പാർഷ്യൽ ഓർഡർ അല്ല, റിഫ്ലക്സീവ് അല്ല അങ്ങനെയാണെങ്കിൽ എന്തല്ല പാർഷ്യൽ ഓർഡർ അല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് നമ്മൾ കഴിഞ്ഞ ഇത് നമ്മൾ ഒരു പ്രാവശ്യം ഡിസ്കസ് ചെയ്താണ്, അന്ന് കുറച്ച് കുട്ടികളെ ഉള്ളൂ അല്ലേ. എക്സാമ്പിളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏതാണെന്ന് വെച്ചിട്ടുണ്ട് എങ്കിൽ ഇപ്പം യൂഷ്വൽ നമ്മൾ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എടുത്തു വിത്ത് ദി യൂഷ്വൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അങ്ങനെയാണ് എങ്കിൽ 1 എന്താണ് 2-നേക്കാട്ടിലും വലുതാണ്, 2 എന്താണ് 3-നേക്കാട്ടിലും ചെറുതാണ് അല്ലേ. അപ്പോൾ എന്താണ് 2, 3 എന്ന് പറയുന്നത് 2-നേക്കാട്ടിലും വലുതാണ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫൈൻ ചെയ്യാൻ പറ്റും. ആ കൺസെപ്റ്റ്സ് പ്രകാരം ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ് ഒരു പാർഷ്യൽ ഓർഡർ റിലേഷനാണ്. ഓക്കെ, പിന്നെ എടുക്കുകയാണെങ്കിൽ ഒരു സെറ്റ് എടുത്തു, എക്സ് എന്ന് പറയുന്ന ഒരു സെറ്റ് എടുത്തു, അതിൻ്റെ പവർ സെറ്റ് എടുത്തു വിത്ത് സബ്സെറ്റ് അല്ലേ, സബ്സെറ്റ് ഇൻക്ലൂഷൻ എന്നാണ് നമ്മൾ പറയാം. ഇതും എന്താണ് ഒരു പാർഷ്യൽ ഓർഡർ സെറ്റിന് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പോകുന്ന കുറേ കുഞ്ഞാപ്പുകൾ, കുറേ എക്സാമ്പിളുകൾ നമുക്കുണ്ട്. അപ്പം വേറൊരു പ്രത്യേകത കൂടി പറയാണ്ട്, നമ്മൾ ഇത് ചെക്ക് ചെയ്തിരുന്നു എങ്ങനെയാണ് പാർഷ്യൽ ഓർഡറിന് ചെക്ക് ചെയ്യുക എന്നുള്ളതൊക്കെ പറഞ്ഞിരുന്നു. ഓക്കെ, അതിൻ്റെ നോട്ടൊക്കെ നിങ്ങൾ എഴുതിയതുമാണ് അല്ലേ. അപ്പം വേറൊരു കാര്യമുണ്ട്, പാർഷ്യൽ ഓർഡറിനെ ഡിനോട്ട് ചെയ്യുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ പ്രിസീഡ്സ് എന്ന് പറയുന്ന ഡെഫിനിഷൻ ഉപയോഗിച്ചിട്ടാണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്റ്റാൻഡേർഡ് നൊട്ടേഷനായിട്ട് ഉപയോഗിക്കുന്നത് പാർഷ്യൽ ഓർഡറിന ഈ 2 കൺസെപ്റ്റ്സ് ആണ്. ഇതിൽ ആദ്യത്തെ കുഞ്ഞാപ്പുവിനെയാണ് നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുക, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. യൂഷ്വൽ നൊട്ടേഷനിൽ അതെന്താണ് 1-നേക്കാട്ടും വലുത് 1-നേക്കാട്ടും ചെറുത് എന്നാണ്. പക്ഷേ നമ്മളുടെ ഈ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന എല്ലാം എന്താണ് പാർഷ്യൽ ഓർഡർ റിലേഷൻ, ഒരു റിലേഷനെ കുറിച്ചിട്ടാണ്. അല്ലെങ്കിൽ ഈ കുഞ്ഞാപ്പും അതിനെ പ്രിസീഡ്സ് എന്നാണ് പറയുക കേട്ടോ. ഓക്കെ, ഈ 2 സാധനം കൊണ്ടാണ് നൊട്ടേഷൻ പാർഷ്യൽ ഓർഡറിനെ നൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്കുള്ളത് അടുത്തത് സ്ട്രിക്റ്റ് പാർഷ്യൽ ഓർഡർ. എന്താണ് സ്ട്രിക്റ്റ് പാർഷ്യൽ ഓർഡർ എന്നുള്ളതാണ്. ഒരു ബൈനറി റിലേഷൻ ഉണ്ട് ഓൺ ദിസ് സെറ്റ് നോൺ എംപ്റ്റി സെറ്റ് എക്സ്, അതിനെ ഞാൻ ഡിനോട്ട് ചെയ്യുന്നത് എസ്സിനെ കൊണ്ടാണ്. അതിനെ സ്ട്രിക്റ്റ് പാർഷ്യൽ ഓർഡർ എന്ന് പറയണമെന്നുണ്ട് എങ്കിൽ എന്തായിരിക്കണം, എസ് ഇർറിഫ്ലെക്സീവ് ആയിരിക്കണം. ഇർറിഫ്ലെക്സീവ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എക്സ് നോട്ട് റിലേറ്റഡ് ടു എക്സ്, അതായത് എക്സ് കോമ ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് എക്സ് കോമ എക്സ് ബിലോങ്സ് ടു എസ് റിലേഷനിൽ ഉണ്ടാവാൻ പാടില്ല. അതായത് എക്സിൽ മിററിങ് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇർറിഫ്ലെക്സീവ്. എസ് ട്രാൻസിറ്റീവ് ആവൽ നിർബന്ധമാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, എക്സ് കോമ വൈ എസ്സിൽ ഉണ്ടാവണം, വൈ കോമ സെഡും ഉണ്ട് എങ്കിൽ എക്സ് കോമ സെഡും എസ്സിലുണ്ട് എന്ന് പറയണം. അങ്ങനെ പറയുമെങ്കിൽ നമുക്കെന്ത് പറയാം, അത് ട്രാൻസിറ്റീവ് എന്ന് പറയാം. പിന്നെ അസിമെട്രിക് ആയിരിക്കണം, ആൻറ്റി സിമെട്രി അല്ല അസിമെട്രിയാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, അസിമെട്രിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് റിലേറ്റഡ് ടു വൈ ആവാലും പക്ഷേ വൈ ഒരിക്കലും റിലേറ്റഡ് ടു എക്സ് ആവില്ല. ഓക്കെ, പ്രത്യേകിച്ച് ഇപ്പോൾ എക്സാമ്പിളായിട്ട് ആൻറ്റി സിമെട്രിക്കൊക്കെ എക്സാമ്പിളായിട്ട് നമ്മൾ വാപ്പയും മകനെയും പറയാം അല്ലേ. ഉപ്പ എന്നുള്ള കൺസെപ്റ്റ്സ് റിലേഷൻ പറയാം. ഇപ്പോൾ ഇപ്പം എൻ്റെ ഉപ്പ എന്ന് പറയുന്നത്, ഇപ്പം ഒരാളെടുത്തു, രാഹുലിൻ്റെ അച്ഛനാണ് ദാമോദർ. പക്ഷേ ദാമോദറിൻ്റെ അച്ഛനാകുമോ രാഹുൽ? ഇല്ലല്ലോ. അതൊരു അസിമെട്രിക് റിലേഷനാണ്. ഓക്കെ, അപ്പോൾ അത് നല്ലൊരു ഉദാഹരണമാണ്. അങ്ങനത്തെ ഇങ്ങനത്തെ ഓരോ റിലേഷനുകൾ ഉണ്ടാവും. അങ്ങനത്തേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അസിമെട്രിക് എന്ന് പറയുന്നത് റിലേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ 3 കണ്ടീഷനുകൾ, അതായത് ഇർറിഫ്ലെക്സീവ്, അതുപോലെ തന്നെ ട്രാൻസിറ്റീവ്, അതുപോലെ തന്നെ അസിമെട്രിക്, ഈ 3 കണ്ടീഷനുകളും കൂടി ചേർന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രിക്റ്റ് പാർഷ്യൽ ഓർഡർ റിലേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ പറയുമ്പോൾ ലെസ് ദാൻ എന്ന് മാത്രമുള്ള ഉപയോഗിക്കാം. എന്തിൽ, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിൽ നമുക്ക് ഉപയോഗിച്ചുകൂടെ. ഇപ്പം സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് കൺസിഡർ, ഞാൻ 2 വരട്ടിട്ടുള്ള 6 എഴുതുന്നതിനെയാണ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പറിനെ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പറിനെ എന്നിൻ്റെ മുകളിൽ ഒരു വരയും കൂടി ഇടും. ഓക്കെ, അതിനെയാണ് സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പർ. അത് സ്റ്റാൻഡേർഡ് നൊട്ടേഷനാണ്. ഓക്കെ, ഇൻ്റർനാഷണൽ ലെവലിലെ. അപ്പം സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പറിൻ്റെ കേസിൽ ലെസ് ദാൻ എന്നുള്ള കുഞ്ഞാപ്പ് എന്താണ്, ഒരു സ്ട്രിക്റ്റ് പാർഷ്യൽ ഓർഡറാണ്. എന്തുകൊണ്ട്,
1 ലെസ് ദാൻ 1 ആണോ? അല്ല, കാരണം 1 ഈക്വൽ ടു 1 ആണ്. പക്ഷേ ഒരിക്കലും എന്താ ലെസ് ദാൻ ഓർ ഈക്വൽ ടും പറ്റും, കാരണം ഈക്വൽ ടു ആയതുകൊണ്ട്. അതായത് അപ്പോൾ സ്ട്രിക്റ്റ് പാർഷ്യൽ ഓർഡർ ആണ്. അതുപോലെ തന്നെ അസിമെട്രിക്, അതായത് ഇപ്പം 2 ലെസ് ദാൻ 3 ആണ്, പക്ഷേ 3 ലെസ് ദാൻ 2 ആണോ? അല്ല. അപ്പോൾ എന്താണ് ഈ കണ്ടീഷന്? ഓക്കെ, അല്ലെങ്കിൽ നമ്മളുടെ നേരത്തെ പറഞ്ഞ ദാമോദറും രാഹുലുള്ള മോഡലും ആ കൺസെപ്റ്റ്സൊക്കെ എന്താണ് ഇതിന് എക്സാമ്പിളാണ്. അതുപോലെ തന്നെ പവർ സെറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഇൻക്ലൂഷൻ മാത്രം, പ്രോപ്പർ ഇൻക്ലൂഷൻ. ഇപ്പം എക്സ് എടുത്തിട്ടുണ്ടെങ്കിൽ പവർ സെറ്റ് ഓഫ് എക്സ് വിത്ത് പ്രോപ്പർ ഇൻക്ലൂഷൻ, ദാറ്റ് ഈസ് എ സ്ട്രിക്റ്റ് പാർഷ്യൽ ഓർഡർ എക്സാമ്പിളാണ്. അപ്പോൾ ഇതിന് സ്റ്റാൻഡേർഡ് നൊട്ടേഷൻ, സ്ട്രിക്റ്റ് പാർഷ്യൽ ഓർഡറിന് നമ്മൾ സ്റ്റാൻഡേർഡ് നൊട്ടേഷൻ ഇതാണ്. ലെസ് ദാൻ എന്നുള്ള നൊട്ടേഷനാണ് സ്റ്റാൻഡേർഡായിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ സ്ട്രിക്റ്റ് പ്രൊസീഡ് എന്നുള്ള കൺസെപ്റ്റ്സ് ആണ് ഉപയോഗിക്കുക. ഈ രണ്ടെണ്ണത്തിൽ ഇതിൽ സ്റ്റാൻഡേർഡായിട്ട് ഉപയോഗിക്കുന്നത് ലെസ് ദാൻ എന്നുള്ള കൺസെപ്റ്റ്സ്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? ഒരു റിസൾട്ടാണ്. റിസൾട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ this set partial order if R is a partial order set on a set X, അങ്ങനെയാണെങ്കിൽ പാർഷ്യൽ ഓർഡർ ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ R മൈനസ് ഡെൽറ്റ എക്സ് ഈസ് എ സ്ട്രിക്റ്റ് പാർഷ്യൽ ഓർഡർ. ഇവിടെ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഡയഗണൽ ഓൺ എക്സ് എന്നാണ്. ഡെൽറ്റ എക്സിൻ്റെ മീനിങ് ഞാൻ എഴുതി തരാം. വിച്ച് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് കോമ എക്സ്, എക്സ് റിലേറ്റഡ് ടു എക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ് കോമ എക്സ്. ഓക്കെ, എക്സ് കോമ എക്സ് ഫോർ ഓൾ എക്സ്, ഇതിനെയാണ് ഡയഗണൽ എലമെൻ്റ് എന്ന് പറയുന്നത്. ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എക്സ്. ഓക്കെ, ഡെൽറ്റ എക്സ് എന്നതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സെറ്റ് ഓഫ് ഓൾ എക്സ് കോമ എക്സ്, അല്ലെങ്കിൽ എക്സ് റിലേറ്റഡ് ടു എക്സ് എന്നുള്ളതാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡയഗണൽ എലമെൻറ്റ്, ഡയഗണൽ എന്ന് പറയുന്നത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പം നമ്മൾ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആർ ഈസ് പാർഷ്യൽ ഓർഡർ ഓൺ എ സെറ്റ് എക്സ്, ദെൻ ആർ മൈനസ് ഡെൽറ്റ എക്സ് ഈസ് സ്ട്രിക്റ്റ് പാർഷ്യൽ ഓർഡർ ആണ് ഓൺ എസ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇർറിഫ്ലെക്സീവ് ആണ് എന്ന് പറയണം. അതുപോലെ തന്നെ പിന്നെന്ത് പറയണം? ഇർറിഫ്ലെക്സീവ് ആണ് എന്ന് പറയണം. പിന്നെന്ത് പറയാം? ട്രാൻസിറ്റീവ് ഉണ്ട് എന്ന് പറയാം. പിന്നെന്ത്? അസിമെട്രി ആണ് എന്ന് പറയാം, അല്ലേ? അസിമെട്രി ആണ് എന്ന് പറയാം. ഓക്കെ, അപ്പം ഇനി അടുത്ത കണ്ടീഷൻ അസിമെട്രി ആണ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ വേറൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തത് റിസൾട്ട് എന്താ നോക്കുക? എസ് എന്ന് പറയുന്നത് ഒരു സ്ട്രിക്റ്റ് പാർഷ്യൽ ഓർഡർ റിലേഷനാണ്. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു എസ് യൂണിയൻ എക്സ് ഡെൽറ്റ എക്സ് ഈസ് എ പാർഷ്യൽ ഓർഡർ എന്ന് പ്രൂവ് ചെയ്യാം. പ്രൂഫ് സിമ്പിളാണ്. പ്രൂഫ് ആദ്യം എന്താണ്? നമ്മൾ ലെറ്റ് എന്താക്കിയെടുക്കുക? ആറിൻ്റെ കേസാണ്. ലെറ്റ് എസ് ഈക്വൽ ടു, ഞാൻ ഒന്ന് മാറ്റി എഴുതാണ്, എസ് ഈക്വൽ ടു ആർ മൈനസ് ഡെൽറ്റ എക്സ്. ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? ആർ മൈനസ് ഡെൽറ്റ എക്സ് ഈസ് എ സ്ട്രിക്റ്റ് പാർഷ്യൽ ഓർഡർ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ആർ മൈനസ് ഡെൽറ്റ എക്സ്. ഓക്കെ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്താണ് ഹിയർ നമുക്ക് ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്? ഒന്നാമത്തെ കണ്ടീഷന് പ്രകാരം എന്താണ്? ഇർറിഫ്ലെക്സീവ് ആണ് എന്ന് പറയണം. ഹിയർ എക്സ് കോമ എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ മൈനസ് ഡെൽറ്റ എക്സ്, അല്ലേ? വിച്ച് ഇംപ്ലൈസ് എന്താണ്? ഇർറിഫ്ലെക്സീവ്, അല്ലേ? ഇർറിഫ്ലെക്സീവ് നേരെ തന്നെ കിട്ടും. ഇർറിഫ്ലെക്സീവ് എന്ന് കിട്ടി. ഇനി അടുത്തത് രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? എക്സ് റിലേറ്റഡ് ടു വൈ ഇഫ്, അല്ലേ? എന്താണ് എന്താണ് എക്സ് റിലേറ്റഡ് ടു വൈ, അല്ലേ? എക്സ് റിലേറ്റഡ് ടു വൈ ഇഫ് എക്സ് റിലേറ്റഡ് ടു വൈ ആൻഡ് വൈ റിലേറ്റഡ് ടു സെഡ്, അല്ലേ? ഇത് എവിടെ ഉണ്ടാവും? വിച്ച് ബിലോങ്സ് ടു ആർ ഈസ് പാർഷ്യൽ ഓർഡർ ആണ്. അപ്പോൾ എന്തുണ്ടാവും? എവിടെ ഉണ്ടാവും? എക്സ് കോമ സെഡ് ബിലോങ്സ് ടു ആറിലുണ്ടാവും. എന്തുകൊണ്ട് ബിലോങ്സ് ടു ആർ? വേർ ആർ ഈസ് പാർഷ്യൽ ഓർഡർ. ഓക്കെ, ആർ ഈസ് പാർഷ്യൽ ഓർഡർ.
അങ്ങനെയാണ് എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, എന്ത് പറയാം, കറസ്പോണ്ടിങ് ആയിട്ട് ആർ ഈസ് പാർഷ്യൽ ഓർഡർ. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ എക്സ് ബിലോങ്സ് ടു സെഡ് വിച്ച് ഇംപ്ലൈസ് എക്സ് കോമ വൈ. ഓഹോ, ജസ്റ്റ് മിനിറ്റ്. x comma y comma y comma z implies x comma z belongs to r minus delta x ഉണ്ടായിരിക്കും. ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് കോമ എക്സ് ഉണ്ടാവും. ഓക്കെ, സോ ആർ മൈനസ് ഡെൽറ്റ എക്സ് ഈസ് ട്രാൻസിറ്റീവ്. ഓക്കെ, ട്രാൻസിറ്റീവ് ആണ് എന്ന് കിട്ടി. ഇനി അടുത്ത മൂന്നാമത്തെ എന്താണ്, അസിമെട്രിക് പ്രൂവ് ചെയ്യണം അല്ലേ. മൂന്നാമത്തെ അസിമെട്രിക് പ്രൂവ് ചെയ്യണം. ഇഫ് എക്സ് കോമ വൈ നമ്മൾ എന്ത് ചെയ്യുക, എക്സ് കോമ വൈ അല്ലേ, അതായത് ഇവിടെ എന്താണ് ഹിയർ ആർ എന്താണ്, ഈസ് പാർഷ്യൽ ഓർഡർ അല്ലേ. ദെൻ ആർ ഈസ് എന്താണ്, ബൈ ദി ഡെഫിനിഷൻ മൂന്നാമത്തെ എന്താണ്, ആൻറ്റിസിമെട്രിക് ആണ്. ആർ ഈസ് ആൻറ്റിസിമെട്രിക് അല്ലേ, ആർ ഈസ് ആൻറ്റിസിമെട്രിക്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആൻറ്റിസിമെട്രിക് ആണെന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റും, കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് വരും, നമുക്ക് എന്ത് പറയാൻ പറ്റും, അതായത് ഇഫ് ദാറ്റ് ഈസ് എക്സ് റിലേറ്റഡ് ടു വൈ കോമ വൈ റിലേറ്റഡ് ടു എക്സ് ഇംപ്ലൈസ് ബിലോങ്സ് ടു ആർ അല്ലേ. ഇംപ്ലൈസ് എന്ത് വരും, എക്സ് ഈക്വൽ ടു വൈ വരും, വിച്ച് ഇംപ്ലൈസ് എക്സ് കോമ എക്സ് ബിലോങ്സ് ടു ആറിൽ വരും അല്ലേ. ബട്ട് എക്സ് കോമ എക്സ് റിലേറ്റഡ് ടു എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു എവിടെ ഉണ്ടാവില്ല, ആർ മൈനസ് ഡെൽറ്റ എക്സിൽ ഉണ്ടാവില്ല. ദാറ്റ് മീൻസ് so എന്ത് y റിലേറ്റഡ് ടു എക്സ് എന്ത് ചെയ്യൂല, y കോമ എക്സ് നോട്ട് ബിലോങ്സ് ടു ആർ മൈനസ് ഡെൽറ്റ എക്സ്. ഓക്കെ, ആർ മൈനസ് ഡെൽറ്റ എക്സ്. അപ്പോൾ ഓക്കെ, ഇനി അടുത്തത് ടോട്ടൽ ലീനിയർ സിമ്പിൾ ഓർഡർ അല്ലെങ്കിൽ ലീനിയർ സിമ്പിൾ റിലേഷൻ എന്താണെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ടോട്ടൽ റിലേഷൻ അല്ലെങ്കിൽ സിമ്പിൾ ഓർഡർ റിലേഷൻ അല്ലെങ്കിൽ ലീനിയർ റിലേഷൻ ഒക്കെ പറയാറുണ്ട്. അപ്പം ടോട്ടൽ ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഒരു ഓർഡറിനെ നമ്മൾ ടോട്ടൽ ഓർഡർ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഒരു പാർഷ്യൽ ഓർഡർ സെറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ എന്തായിരിക്കണം, റിഫ്ലെക്സീവ്, ട്രാൻസിറ്റീവ്, ആൻറ്റിസിമെട്രിക് ആയിരിക്കണം. 3 കണ്ടീഷൻ. റിഫ്ലെക്സീവ് പാർഷ്യൽ ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു, റിഫ്ലെക്സീവ്, ട്രാൻസിറ്റീവ് അല്ലേ, റിഫ്ലെക്സീവ് ആയിരിക്കണം, അതുപോലെ തന്നെ ട്രാൻസിറ്റീവ് ആയിരിക്കണം, അതുപോലെ തന്നെ എന്താണ്, ആൻറ്റിസിമെട്രിക്കും ആയിരിക്കണം. അത് മാത്രമല്ല ലോ ഓഫ് ഡൈക്കോട്ടമി സാറ്റിസ്ഫൈ ചെയ്യണം. എന്താണ് ലോ ഓഫ് ഡൈക്കോട്ടമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 2 എലമെൻറ്റ്സ് ആർ കോമ്പറബിൾ എന്ന് പറയാറുണ്ട്. ഏതൊരു എക്സ് വൈയും എക്സിലുള്ള ഏതൊരു എലമെൻ്റ് എടുത്തിട്ടുണ്ടെങ്കിലും ഒന്നെങ്കിൽ എക്സ് റിലേറ്റഡ് ടു വൈ ആയിരിക്കും, ഓർ വൈ റിലേറ്റഡ് ടു എക്സ് ആയിരിക്കും. ഓക്കെ, ഒന്നെങ്കിൽ എക്സ് റിലേറ്റഡ് ടു വൈ ആയിരിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, വൈ റിലേറ്റഡ് ടു എക്സ്. അതിനെയാണ് നമ്മൾ ലോ ഓഫ് ഡൈക്കോട്ടമി എന്ന് പറയുക. അപ്പം ഒരു റിലേഷൻ നമ്മൾ ടോട്ടൽ ഓർഡർ എന്ന് പറയണമെന്നുണ്ട് എങ്കിൽ ടോട്ടൽ അല്ലെങ്കിൽ ലീനിയർ, ഓക്കെ, ലീനിയർ അല്ലെങ്കിൽ
സാധാരണ സിമ്പിൾ. ഓക്കെ, ഇതൊക്കെ പറയണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇതിൻ്റെ വകഭേദങ്ങളാണ്, പേരുകളാണ്. അപ്പോൾ ഒരു റിലേഷന് നമ്മൾ എന്ത് പറയണം എന്നുണ്ടെങ്കിൽ ടോട്ടൽ ഓർഡർ എന്ന് പറയണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? ട്രാൻസിറ്റീവ് റിഫ്ലക്സീവ് ആയിരിക്കണം. രണ്ടാമത്തത് എന്തായിരിക്കണം? ട്രാൻസിറ്റീവ് ആയിരിക്കണം. പിന്നെ അടുത്തത് എന്തായിരിക്കണം? മൂന്നാമത്തത് എന്തായിരിക്കണം? ആൻറ്റി സിമെട്രിക് ആയിരിക്കണം, അല്ലേ? ആൻറ്റി സിമെട്രിക് ആയിരിക്കണം. നാലാമത്തത് എന്തായിരിക്കണം? ലോ ഓഫ് ഡൈക്കോട്ടമി. ലോ ഓഫ് ഡൈക്കോട്ടമി എന്ന് പറഞ്ഞാൽ കോംപറബിൾ, അതായത് ഏത് രണ്ട് എക്സും വൈയും ഏത് രണ്ട് എലമെൻ്റ് എടുത്താലും ഒന്നെങ്കിൽ എക്സ് റിലേറ്റഡ് ടു വൈ ആയിരിക്കണം, എയ്തർ അങ്ങനെ തന്നെ കേട്ടോ, എയ്തർ എക്സ് റിലേറ്റഡ് ടു വൈ അല്ലെങ്കിൽ എന്തായിരിക്കണം? വൈ റിലേറ്റഡ് ടു എക്സ്. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എങ്കിൽ നമുക്കെന്ത് പറയാം? അതിനെ ടോട്ടൽ ഓർഡർ എന്ന് പറയാവുന്നതാണ്. ടോട്ടൽ ഓർഡറിൻ്റെ എക്സാമ്പിൾ ഈ സിഗ്നലിൽ തന്നെയുണ്ട്. സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് വിത്ത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ്? ഒരു ടോട്ടൽ ഓർഡറിൻ്റെ എക്സാമ്പിളാണ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. എക്സാമ്പിൾ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. ഓക്കെ, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് വിത്ത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. കാരണം 1 എടുത്തു, 100 എടുത്തു, അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്, അല്ലേ? ഇപ്പം -2 എടുത്തു, -4 എടുത്തു, അങ്ങനെയാണെങ്കിൽ ഇതിൽ -4 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്, അല്ലേ? ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏത് രണ്ട് എലമെൻ്റ് എടുത്താലും അതിനെ കോംപറബിൾ ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടോട്ടൽ ഓർഡർ എന്ന് പറയുന്നത്. ഇത് പാർഷ്യൽ ഓർഡറാണ്, പാർഷ്യൽ ഓർഡർ വിത്ത് സാറ്റിസ്ഫൈങ് ലോ ഓഫ് ഡൈക്കോട്ടമി. ഓക്കെ, ഇതൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്, അപ്പോൾ ഇത് ചെക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പ്രൊപ്പോസിഷനാണ്. പ്രൊപ്പോസിഷൻ എന്താണെന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കൂടി ഡിസ്കസ് ചെയ്യും. അതിൻ്റെ മുമ്പ് ഒരു പ്രൊപ്പോസിഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെറ്റ് എക്സ് ബി എ സെറ്റ്, ഇപ്പോൾ ഞാൻ ശ്രദ്ധിക്കുക, ലെറ്റ് എക്സ് ബി എ സെറ്റ് നോൺ എംപ്റ്റി സെറ്റ് കേട്ടോ, സെറ്റ്. അതുപോലെ തന്നെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ ബൈനറി റിലേഷൻ ഓൺ എക്സ്. അങ്ങനെയാണ് എങ്കിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് വിച്ച് ഈസ് റിഫ്ലക്സീവ് ആണ്, ട്രാൻസിറ്റീവ് ആണ് തന്നിട്ടുണ്ട്. എന്താണ്? വിച്ച് ഈസ് റിഫ്ലക്സീവ് ആൻഡ് ട്രാൻസിറ്റീവ്. ഇഫ് പിന്നെ ഡിഫൈൻ ചെയ്യുന്നുണ്ട് ബൈനറി റിലേഷൻ എക്സ് റിലേറ്റഡ് ടു ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ആൻഡ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആണ് എങ്കിലാണ് എന്ത് പറയുക ഇതിനെ പറയുന്ന ബൈനറി റിലേഷൻ ഡിഫൈൻ ചെയ്തത്. ദെൻ ആർ ഈസ് എ ഈക്വലൻ്റ് റിലേഷൻ ഓൺ എക്സ്. ആർ എന്താണ്? ഒരു ഈക്വലൻ്റ് റിലേഷനാണ്. ഈക്വലൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്തായിരുന്നു ഈക്വലൻ്റ് റിലേഷൻ? സിമെട്രിക്, അല്ലേ? സിമെട്രിക്, അതുപോലെ തന്നെ ട്രാൻസിറ്റീവ്, അല്ലേ? അതിനെയാണ് നമ്മൾ ഈക്വലൻ്റ് റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആർ ഈസ് എ ഈക്വലൻ്റ് റിലേഷൻ. അങ്ങനെയാണ് എങ്കിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? എക്സ് മൈനസ് ആർ, അല്ലെങ്കിൽ എക്സ് മൈനസ് അല്ല, എക്സ് ഓവർ ആർ. എക്സ് ഓവർ ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് കോഷ്യൻ്റ് ആർ. കോഷ്യൻ്റ് സെറ്റ് എന്താണ്? വിത്ത് ദി പ്രൊജക്ഷൻ മാപ്പ്. പ്രൊജക്ഷൻ മാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് ടു ആർ എന്ന് കൊടുക്കുന്ന കൺസെപ്റ്റ്സ് ആണ്. എക്സ് ടു എക്സ് ഓവർ ആർ പ്രൊജക്ഷൻ ഫംഗ്ഷൻ. ദെൻ ദർ ഈസ് എ പാർഷ്യൽ ഓർഡർ ഓൺ, ഒരു പാർഷ്യൽ ഓർഡറാണ് സച്ച് ദാറ്റ്. എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ട് എങ്കിൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ഇംപ്ലൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പി ഓഫ് എക്സ് ഈസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അല്ലെങ്കിൽ പി ഓഫ് എക്സ് പ്രൊസീഡ്സ് പി ഓഫ് വൈ. അങ്ങനെയാണ് എങ്കിൽ അതൊരു എന്താണ്? പാർഷ്യൽ ഓർഡർ റിലേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ്. സിമ്പിളാണ്, പാർഷ്യൽ ഓർഡർ ആണ്. കാരണം എക്സ് ഓവർ ആറിലെ എലമെൻറ്റുകൾ ഉണ്ടാവുക ക്ലാസ്സുകളാണ് അല്ലേ? എക്സ് എന്ന് പറയുന്ന ഒരു ക്ലാസ്, വൈ അതായത് വൈ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലുള്ള എലമെൻറ്റുകൾ, അല്ലേ? അങ്ങനെയാണ് ഉണ്ടാവുക, അല്ലേ? എക്സ് പ്ലസ് സം ആർ എന്ന് പറയുന്ന മോഡലിലുള്ള എലമെൻറ്റുകളാണ് ഇതിലുണ്ടാവുക. എക്സ് പ്ലസ് ആർ എന്ന് പറയുന്ന മോഡലിലുള്ള എലമെൻറ്റുകൾ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ ഇതിലുള്ള ക്ലാസ്സുകളാണ് ഉണ്ടാവുക. അപ്പം ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ട് എങ്കിൽ
പി ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ വിച്ച് ഈസ് എ ക്ലാസ് എക്സ് ആയിരിക്കും. അതുപോലെ തന്നെ പി ഓഫ് വൈ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ വിച്ച് ഈസ് എ ക്ലാസ് വിത്ത് റെസ്പെക്ട് കറസ്പോണ്ടിങ് ദി നോട്ടഡ് ബൈ ദി ക്ലാസ് വൈ. ഓക്കെ, അപ്പം പി ഓഫ് വൈ അങ്ങനെയാണ് എങ്കിൽ, അതായത് ക്ലാസ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്നുണ്ട് എങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഈഫ് ആൻഡ് ഓൺലി ഈഫ് എന്താണ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ് വൈ ആണ് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതൊരു പാർഷ്യൽ ഓർഡർ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. എങ്ങനെയാണെന്ന് നോക്കാം. സപ്പോസ് അല്ലേ, ഫസ്റ്റ് എന്ത് ചെയ്യണം? റിഫ്ലെക്സീവ് ആണോ നോക്കണം. റിഫ്ലെക്സീവ് ആണ് എന്ന് തന്നിട്ടുണ്ട്. ആരെന്താണ്? റിഫ്ലെക്സീവ് ആണ്, ട്രാൻസിറ്റീവ് ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ആരെന്താണ്? റിഫ്ലെക്സീവ് ആണ്, ട്രാൻസിറ്റീവ് ആണ്. അപ്പം അതിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട്? ഹിയർ ആർ ഈസ് റിഫ്ലെക്സീവ് അല്ലേ? അതുകൊണ്ട് എന്താണ്? ദെൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്, വിച്ച് ഇംപ്ലൈസ് ഇവിടെ എഴുതാൻ കഴിയില്ല. ഓക്കെ, വിച്ച് ഇംപ്ലൈസ് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈഫ് ആൻഡ് ഓൺലി ഈഫ് ആണ് ക്ലാസ് എക്സ് എന്താണ്? ഈസ് റിലേറ്റഡ് ടു ക്ലാസ് എക്സ്, ദാറ്റ് ഈസ് എന്ത് പറയാൻ പറ്റും? ദാറ്റ് ഈസ് എന്ന് പറഞ്ഞാൽ പി ഓഫ് എക്സ് എന്ന് അത് എഴുതേണ്ട ആവശ്യമില്ല. ദാറ്റ് ഈസ് നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്സ് ഓവർ ആർ അല്ലേ? ദി ഈസ് ദി റിലേഷൻ ഈസ് റിഫ്ലെക്സീവ് എന്ന് പറയാൻ പറ്റും അല്ലേ? ദി റിലേഷൻ പി ഈസ് റിഫ്ലെക്സീവ്. ഇനി അടുത്തത് എന്താണ്? രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? ട്രാൻസിറ്റീവ് ആണ്. ഹിയർ ആർ ഈസ് ട്രാൻസിറ്റീവ് അല്ലേ? ട്രാൻസിറ്റീവ് ആണ്. അതുകൊണ്ട് എന്താണ്? ദാറ്റ് ഈസ് നമുക്കെന്ത് പറയാം? അതായത് എക്സ് റിലേറ്റഡ് ടു വൈ, വൈ റിലേറ്റഡ് ടു എക്സ് ഇംപ്ലൈസ് എന്താണ്? എക്സ് സെഡ് ആണ് കേട്ടോ. വിച്ച് ഇംപ്ലൈസ് എക്സ് റിലേറ്റഡ് ടു സെഡ്. ദെർഫോർ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണിത്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്ലാസ് എക്സ് റിലേറ്റഡ് ടു ക്ലാസ് വൈ അല്ലേ? ക്ലാസ് വൈ റിലേഷൻ മാറ്റമുണ്ട്. വൈ വിച്ച് ഈസ് ക്ലാസ് വൈ റിലേറ്റഡ് ടു ക്ലാസ് സെഡ് അല്ലേ? വിച്ച് ഇംപ്ലൈസ് class y related to class z which implies നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു? ക്ലാസ് എക്സ് ഈസ് റിലേറ്റഡ് ടു എന്ത്? ക്ലാസ് വൈ സെഡിലെ ക്ലാസ് സെറ്റ്. അതിൻ്റെ മീനിങ് എന്താണ്? അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് പറയാം വിച്ച് ഇംപ്ലൈസ് പി ഓഫ് അല്ലേ എക്സ് റിലേറ്റഡ് ടു പി ഓഫ് വൈ ആൻഡ് പി ഓഫ് വൈ റിലേറ്റഡ് ടു പി ഓഫ് സെഡ് ഇംപ്ലൈസ് എന്താണ്? പി ഓഫ് എന്ത് പറയാൻ പറ്റും? പി ഓഫ് എക്സ് റിലേറ്റഡ് ടു പി ഓഫ് സെഡ്. ഇനി അടുത്തത് മൂന്നാമത്തത് എന്താണ്? ആൻറ്റി സിമെട്രിക് ആണ്. ഓക്കെ, ഇഫ് പി ഓഫ് എക്സ് റിലേറ്റഡ് ടു പി ഓഫ് വൈ ആൻഡ് പി ഓഫ് വൈ റിലേറ്റഡ് ടു പി ഓഫ് എക്സ് ഇംപ്ലൈസ്. അങ്ങനെയാണ് എങ്കിൽ ഇതിൻ്റെ മീനിങ് എന്താണ് വരിക? ഇംപ്ലൈസ് നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റും? വിച്ച് ഇംപ്ലൈസ് ഇതിൻ്റെ ഡെഫിനിഷൻ പ്രകാരം എക്സ് റിലേറ്റഡ് ടു വൈ ആൻഡ് വൈ റിലേറ്റഡ് ടു എക്സ് എന്നാണ്. അതായത് സിമെട്രിക് ആണ് അല്ലേ? സിമെട്രിക് ആണ് എന്നാണ് ഇതിൻ്റെ മീനിങ്. സോ
ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ വരുമ്പം നമ്മളുടെ ക്ലാസ്സാണ് ഇവിടെ എടുക്കുന്നത്. ക്ലാസ്സിൻ്റെ കേസ് ഇവിടെ മാറി, ക്ലാസ്സാണ് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പം ഇവിടെ ക്ലാസ് വെച്ചിട്ട് പറയുമ്പോൾ എന്താ വരിക? ക്ലാസ് എക്സ് റിലേറ്റഡ് ടു ക്ലാസ് വൈ, പ്രത്യേകം ശ്രദ്ധിക്കണേ. ആൻഡ് ക്ലാസ് വൈ റിലേറ്റഡ് ടു ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ദാറ്റ് ഈസ് എ സെറ്റ്, കൊസെറ്റ് എന്നാണ് നമ്മൾ സത്യത്തിൽ എടുക്കാറുള്ളത്. കൊസെറ്റിനെ അറിയില്ലേ നിങ്ങൾ? കോഷ്യൻ്റ് സ്പേസ് ലീനിയർ ആൾജിബ്രയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. കോഷ്യൻ്റ് സ്പേസ് പഠിച്ചിട്ടുണ്ടോ? ലീനിയർ ആൾജിബ്ര കൊസെറ്റ്സ്. അപ്പം വിച്ച് ഈസ് ക്ലാസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്ലാസ് എക്സ്, വിച്ച് ഇംപ്ലൈസ് ബൈ ദി ഡെഫിനിഷൻ, which implies class x equal to class y, therefore which implies p of x equal to p of y. So എന്താണ്? ആൻറ്റി സിമെട്രിക്. സോ ആൻറ്റി സിമെട്രിക്, therefore the relation is partial order relation. ഇവിടെ നിങ്ങൾക്കൊരു 8ൻ്റെ പണിയുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ട് എങ്കിൽ ഞാൻ എന്ത് ചെയ്തില്ല, ഈക്വലൻ്റ് റിലേഷൻ ആണ് എന്ന് ആരെന്താണെന്ന് പ്രൂവ് ചെയ്തിട്ടില്ല. അത് നിങ്ങൾക്കുള്ള എക്സസൈസാണ്. ഓക്കെ, ഹോംവർക്കാണ്. അത് നിങ്ങൾ ചെയ്യണം. ഇനി നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് എക്സാമ്പിളുകളാണ്. എക്സാമ്പിളുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ എക്സാമ്പിൾ നമ്മൾ പാർഷ്യൽ ഓർഡറിൻ്റെ എക്സാമ്പിളുകളിൽ പഠിച്ചാണ് ആറ് എന്താണ്? ഒരു പാർഷ്യൽ ഓർഡർ അല്ലേ? സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് വിത്ത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ്? ഈസ് എ പാർഷ്യൽ ഓർഡറാണ്. അതുപോലെ തന്നെ പാർഷ്യൽ ഓർഡറാണ്. അതുപോലെ തന്നെ അതൊരു ടോട്ടൽ ഓർഡറുമാണ്. ഓക്കെ, ടോട്ടൽ ഓർഡറാണ്. ഇനി രണ്ടാമത്തത് പവർ സെറ്റ് പി ഓഫ് എക്സ് കോമ വിത്ത് ഇൻക്ലൂഷൻ അല്ലേ? ഈ പവർ സെറ്റ് ഏതൊരു സെറ്റിൻ്റെ ഇൻക്ലൂഷൻ എടുത്തിട്ടുണ്ട് എങ്കിൽ ദാറ്റ് ഈസ് എ പാർഷ്യൽ ഓർഡർ. നമ്മൾ പ്രൂവ് ചെയ്തതാണ്. അതിവിടെ എഴുതണം കേട്ടോ. പാർഷ്യൽ ഓർഡറാണ്. അതും പക്ഷേ അത് ടോട്ടൽ ഓർഡറാണോ? നോ ടോട്ടൽ ഓർഡർ. എന്തല്ല? അത് ടോട്ടൽ ഓർഡർ അല്ല. ഓക്കെ, എന്തുകൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ എടുത്താൽ മതി. ടോട്ടൽ ഓർഡർ എന്തുകൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു 2 എലമെൻറ്റുള്ള എടുക്കുക. ലെറ്റ് എക്സ് ഈക്വൽ ടു സം സിംഗിൾട്ടൺ എ ബി, 2 എലമെൻ്റ് എടുക്കുക. അങ്ങനെയാണെങ്കിൽ പവർ സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പി ഓഫ് എക്സ് ഈക്വൽ ടു എന്താ വരിക? സെറ്റ് 5 വരും, എ വരും, സിംഗിൾട്ടൺ ബി വരും, പിന്നെ അത് വരും എ ബി വരും അല്ലേ? ഇതാണ് അതിൻ്റെ പവർ സെറ്റ് അല്ലേ? അങ്ങനെയാണ് എങ്കിൽ ഇതിൻ്റെ കേസിൽ കഴിയില്ല. 3 എലമെൻറ്റ് വേണം കേട്ടോ. ഒരു സി കൂടി എടുത്തു. അങ്ങനെ വരുമ്പം സി, ഇവിടെ ഒരു സെറ്റ് കൂടി സി വരും, പിന്നെന്ത് വരും? എ ബി വരും അല്ലേ? എ ബി, ബി സി, പിന്നെന്ത് വരും? എ സി, പിന്നെ ഏത് വരും? എ ബി സി. ഇനി ഏതാണ്ടോ? എ ബി സി വന്നു, പിന്നെ അല്ലേ 8 എണ്ണം വന്നില്ലേ? 1 2 3 4 5 6 7 8 എ ബി സി. അപ്പോൾ ഇവിടുത്തെ കേസിൽ നോക്കുക, എ ബി ഇൻക്ലൂഡഡ്, എ ബി സബ്സെറ്റ് ഓഫ് ബി സി ആണോ? അല്ല. അതുപോലെ ബി സി സബ്സെറ്റ് ഓഫ് എ സി. അപ്പോൾ ടോട്ടൽ ഓർഡർ ആണെങ്കിൽ ഏത് 2 എലമെൻ്റ് എടുത്താലും അത് രണ്ടും സബ്സെറ്റ് അങ്ങോട്ടോ റിലേറ്റഡ് ആയിരിക്കണം, അല്ലല്ലോ? അപ്പോൾ എന്ത് പറയാൻ പറ്റും നമുക്കിവിടെ? വിച്ച് ഈസ് നോട്ട് ടോട്ടൽ ഓർഡർ. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങളോട് ചോദിച്ചാൽ, എക്സാമ്പിളായിട്ട് ചോദിച്ചാൽ വെക്കേണ്ട ഒന്നാണ്. പിന്നെ നിങ്ങളോട് വേറൊന്ന് ചോദിക്കലുണ്ട്, 2 എലമെൻ്റുള്ള പാർഷ്യൽ ഓർഡർ സെറ്റ് ചോദിക്കാറുണ്ട്. 2 എലമെൻ്റുള്ള പാർഷ്യൽ ഓർഡർ സെറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിംഗിൾട്ടൺ സെറ്റിൻ്റെ പവർ സെറ്റ് എടുത്താൽ മതി അല്ലേ? അത് 2 ഓർഡറുള്ള പാർഷ്യൽ ഓർഡർ സെറ്റിന് എക്സാമ്പിളാണ്. ഓക്കെ, അതുപോലെ തന്നെ പിന്നുള്ളത് മൂന്നാമത്തത് ടോട്ടൽ ഓർഡറാണ്, അല്ല പാർഷ്യൽ ഓർഡറാണ്, ടോട്ടൽ ഓർഡർ അല്ലാത്തതിന് എക്സാമ്പിളാണിത്. വേറൊരു എക്സാമ്പിൾ കൂടിയുണ്ട്, ടോട്ടൽ ഓർഡർ അല്ല പാർഷ്യൽ ഓർഡർ ആയതിന്. ഏതെന്ന് വെച്ചാൽ ഡിവിസിബിലിറ്റി, അതായത് സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ് എടുത്തു. സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ് വിത്ത് ഡിവൈസിബിലിറ്റി.
വിത്ത് ഡിവിസിബിലിറ്റി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എ ഡിവൈഡ്സ് ബി എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഡിവൈസിബിലിറ്റി നേരെ തിരിഞ്ഞെടുക്കുക എന്നാലേ നടക്കും. എ ഡിവൈഡ്സ് ബി ഡിവിസിബിൾ ബൈ ബി എന്ന്, കാരണം എന്തുകൊണ്ട് വെച്ചാൽ ഇങ്ങനെ എഴുതുന്നതിനെ നമ്മൾ എ ഡിവൈഡ്സ് ബി എന്ന് എഴുതും, നേരെ തിരിഞ്ഞണ്ട് എഴുതുന്നതിനെ നമ്മൾ ഡിവിസിബിൾ ബൈ എന്ന് എഴുതും. ഏതെടുത്താലും കണക്കാണ് കേട്ടോ. എ ഡിവിസിബിൾ ബൈ ബി എന്നെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ കേസ് ഇതൊരു പാർഷ്യൽ ഓർഡേർഡ് സെറ്റാണ്, ഇതൊരു പാർഷ്യൽ ഓർഡേർഡ് സെറ്റിന് എക്സാമ്പിളാണ്, പക്ഷേ ടോട്ടൽ ഓർഡർ അല്ല. ഓക്കെ, എന്തുകൊണ്ടാണ് പാർഷ്യൽ ടോട്ടൽ ഓർഡർ അല്ലാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ എടുക്കാം. എക്സാമ്പിൾ ഇപ്പോൾ ഏതാ എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ 10 ഡിവൈഡ്സ് ഡിവിസിബിൾ ബൈ 2 അല്ലേ ആണ്, ഓക്കെ ആണ്. പിന്നെ 10 ഡിവൈഡ്സ് 5 അതൊക്കെ ഓക്കെ ആണ്. പക്ഷേ വേറെ ഏതെങ്കിലും രണ്ട് നമ്പർ എടുക്കാം, 2ഉം 5ഉം എടുക്കാം. 2,5 എടുത്തു, അങ്ങനെയാണ് എങ്കിൽ 5 ഡസ് നോട്ട് ഡിവൈഡ്സ് ഡിവിസിബിൾ ബൈ 2 അല്ലേ. അതുപോലെ തന്നെ 2 ഡസ് നോട്ട് ഡിവൈഡ് ഡിവിസിബിൾ ബൈ 5. ഏതെങ്കിലും ഒന്ന് എന്ത് ചെയ്യണം, സാറ്റിസ്ഫൈ ചെയ്യണം. ഇതിൽ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല അല്ലേ, ഏതോ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യണം, അതില്ല. പക്ഷേ ഇത് 10 ഡിവൈഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ എന്തില്ല, 5ഉം 2 എടുക്കുമ്പം ഏതെങ്കിലും ഒന്ന് അങ്ങോട്ടോ ഡിവൈഡ് ചെയ്യുന്നില്ല, അതായത് വിച്ച് റിലേഷൻ ഇല്ല, അത് തമ്മിലൊരു കോംപ്രമൈസ് ഇല്ല. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്ത ക്ലാസ്സിന് നമ്മൾ എന്ത് ചെയ്യും, ബാക്കി എടുക്കുന്നതാണ്. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ വന്നിട്ട് ചോദിക്കാം. പിന്നെ വേറെ ഇപ്പോൾ എന്തായിരുന്നു ഉണ്ടായിരുന്നത്, നിങ്ങൾ ഏകദേശം എല്ലാ ഭാഗങ്ങളും നോക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.